നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോർപ്പറേഷൻ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും സ്വതന്ത്രന്മാരും പത്രികകൾ സമർപ്പിച്ചു. മാർ അപ്രേം മെത്രാപ്പൊലീത്തായുടെ ചരമദിനത്തോടനുബന്ധിച്ച് കിട്ടിയ പുസ്തകങ്ങൾ മാർ അപ്രേം മെത്രാപ്പൊലീത്ത സ്മാരക ലൈബ്രറിക്ക് കൈമാറി. അക്രമി സംഘം രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും ആക്രമിച്ചു. അന്യസംസ്ഥാന ഭിക്ഷാടന സംഘം നടത്തറ സെന്ററിൽ അഴിഞ്ഞാടുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട നാട്ടുകാർ നട്ടം തിരിയുന്നു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. കോർപ്പറേഷൻ സെക്രട്ടറിക്കും ഡെപ്യൂട്ടി കളക്ടർക്കും മുൻപാകെയാണ് പത്രികകൾ സമർപ്പിച്ചത്. മണ്ണുത്തി ഡിവിഷനിൽ MU മുത്തുവും, ഒല്ലൂക്കര ഡിവിഷനിലും K ഗോപാലകൃഷ്ണനും, നെട്ടിശ്ശേരി ഡിവിഷനിൽ സിൻഡോ മോളും, കിഴക്കുംപാട്ടുകര ഡിവിഷനിൽ നിജി ജസ്റ്റിനുമാണ് പത്രിക നൽകിയത്. പാർട്ടി നേതാക്കൾക്കും അനുയായികൾക്കും ഒപ്പമാണ് സ്ഥാനാർത്ഥികൾ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് പനഞ്ചകം വാർഡിൽ കോൺഗ്രസ് പ്രവർത്തകനായ മനോജ് പുഷ്കർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാർട്ടി അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ തീരുമാനിച്ചതെന്ന് മനോജ് പുഷ്കർ പറഞ്ഞു. ഒല്ലൂക്കര ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി K ഗോപാലകൃഷ്ണനെ മത്സരിക്കുവാൻ കെട്ടിവയ്ക്കുവാനുള്ള തുക കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ നൽകി കൈമാറി. സെന്റിനറി ഡയറക്ടർ ബോർഡ് മെമ്പറും CO ഭാരവാഹിയുമാണ് സ്ഥാനാർത്ഥിയായ K ഗോപാലകൃഷ്ണൻ. ചടങ്ങിൽ സെന്റിനറി ചെയർമാൻ ആന്റോ വി മാത്യു, COA സംസ്ഥാന കമ്മിറ്റി അംഗം VP ബിജു, മേഖലാ സെക്രട്ടറി VK നൈബി, ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വിജയാശംസകളും വളരെ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് കെട്ടിവെക്കാനായിട്ടുള്ള പൈസ പ്രത്യേകിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആള് നമ്മുടെ കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മേഖലാ സെക്രട്ടറി, അതുപോലെ തന്നെ ഇവിടുത്തെ സെന്റിനറി ടെലിവിഷന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ എന്ന നിലയിൽ സുഖകരമായ സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് എൻ്റെ കെട്ടിവെക്കാനുള്ള തുക കൈമാറാൻ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ ഈ സ്നേഹം തന്ന് എനിക്ക് ഇത് സമർപ്പിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും എനിക്കുണ്ടാവണമെന്ന്, അതേപോലെ തന്നെ എനിക്ക് വേണ്ടി മറ്റുള്ളവരുടെ വോട്ടൊക്കെ മേടിച്ചു തന്ന് എന്നെ വിജയിപ്പിക്കാനായിട്ട് നിങ്ങൾ മുന്നിലുണ്ടാവണമെന്ന് ഞാൻ ഈ അവസരത്തിൽ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നബാധിത ബൂത്തുകളിൽ പോളിംഗ് ദിവസം വോട്ടെടുപ്പിന് തടസ്സമില്ലാത്ത രീതിയിൽ പൂർണ്ണമായും വീഡിയോഗ്രാഫി സംവിധാനം സജ്ജീകരിക്കുന്നതിനും അതിന്റെ പകർപ്പ് ലഭ്യമാക്കുന്നതിനും താൽപര്യമുള്ള വീഡിയോ ഫോട്ടോഗ്രാഫർമാരിൽ നിന്ന് മുദ്രവെച്ച കൊട്ടേഷൻ ക്ഷണിക്കുന്നു. ചിത്രീകരണത്തിൽ തീയതി, സമയം എന്നിവ വ്യക്തമാക്കണം. വോട്ടെടുപ്പ് ദിനത്തിൽ ചിത്രീകരിച്ച CD, DVD അന്നേ ദിവസം വൈകുന്നേരമോ അടുത്ത ദിവസം രാവിലെയോ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ സമർപ്പിക്കണം. ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനല്ലാതെ മറ്റൊരു വ്യക്തിക്ക് കൈമാറാൻ പാടില്ല. കൊട്ടേഷനിൽ നിയമപ്രകാരമുള്ള നികുതികൾ വ്യക്തമാക്കണം. മുൻകൂർ തുക അനുവദനീയമല്ല. ഒരു ദിവസത്തെ ചിത്രീകരണ ചെലവ് കൊട്ടേഷനിൽ ഉൾപ്പെടുത്തണം. ആവശ്യാനുസരണം അധിക പകർപ്പുകളുടെ നിരക്കും കൊട്ടേഷനിൽ രേഖപ്പെടുത്തണം. കൊട്ടേഷൻ സമർപ്പിക്കുന്ന വ്യക്തിയോ സ്ഥാപനമോ ജില്ലാ കളക്ടർ മുൻപാകെ കരാർ ഒപ്പിടണം. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ കാലം ചെയ്ത ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പൊലീത്തായുടെ ചരമദിനത്തോടനുബന്ധിച്ച് ലഭിച്ച പുസ്തകങ്ങൾ തിരൂരിലുള്ള സഭാ സെമിനാരിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ആരംഭിക്കുന്നതായ ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പൊലീത്ത സ്മാരക ലൈബ്രറിയിലേക്ക് മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത വികാരി ജനറാളും സെമിനാറി പ്രസിഡന്റുമായ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു.
അതോടൊപ്പം മലയാളത്തിലെ എഴുത്തുകാരനും വിദ്യാഭ്യാസ വിചക്ഷണനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ചിത്രൻ നമ്പൂതിരിപ്പാട് സഭയ്ക്ക് നൽകിയ അദ്ദേഹത്തിന്റെ പുസ്തകശേഖരവും ലൈബ്രറിയിലേക്ക് കൈമാറി. ക്ലർജി സെക്രട്ടറി ഫാദർ KR ഇനാശു, സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ വിനോദ് തിമോത്തി, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ അബി ജെ പൊന്മണിശ്ശേരി, സെമിനാരി സെക്രട്ടറി പോൾ അഭിമലേഖ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ രാഗം തിയേറ്റർ ഉടമയെയും ഡ്രൈവറെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച അക്രമി സംഘത്തിന് പിന്നിൽ ഗുണ്ടാ സംഘങ്ങളെന്ന സൂചന. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ CTV ന്യൂസിന് ലഭിച്ചു. തൃശൂർ രാഗം തിയേറ്റർ ഉടമയെയും ഡ്രൈവറെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച് അക്രമി സംഘം. തിയേറ്ററിന്റെ ഉടമ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് കൈക്കും കാലിനും വെട്ടേറ്റത്. കഴിഞ്ഞ ദിവസം 10 മണിയോടെയായിരുന്നു സംഭവം. കഴിഞ്ഞ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ വെളപ്പായിലുള്ള സുനിലിന്റെ വീടിന് മുൻപിൽ വെച്ചാണ് ഇരുവർക്കും വെട്ടേറ്റത്. കാറിൽ നിന്നിറങ്ങി വീടിന്റെ ഗേറ്റ് തുറക്കുവാൻ ശ്രമിക്കുന്ന സമയത്ത് ഇരുട്ടിൽ പതുങ്ങിയിരുന്ന 3 പേർ സുനിലിനെയും ഡ്രൈവറെയും വെട്ടുകയായിരുന്നു. ഇതിനുശേഷം പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. സുനിലിന്റെ കാലിനും അജീഷിന്റെ കൈക്കുമാണ് വെട്ടേറ്റത്. പരിക്കേറ്റിരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആക്രമണങ്ങളിൽ ഗുണ്ടാസംഘങ്ങൾക്ക് പങ്കുണ്ടെന്നാണ് സൂചന. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നും പറയുന്നു. ചികിത്സയിലുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് സൂചന. കൊട്ടേഷൻ ആക്രമണമാണെന്നാണ് നിഗമനം. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്.
അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വീണ്ടും വാർത്തയിലേക്ക്. വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചു വാങ്ങാൻ എത്തിയ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമം. ഇന്ന് രാവിലെ എരുമപ്പെട്ടിയിലാണ് സംഭവമുണ്ടായത്. രക്ഷപ്പെടാൻ വേണ്ടി കാറിന്റെ ബോണറ്റിൽ പിടിച്ചു തൂങ്ങിയ ആലുവ പാനായിക്കുളം സ്വദേശി കുടിയൻ വീട്ടിൽ സോളമനെ കാറിൽ കിടത്തി കാർ ഓടിച്ചത് 5 കിലോമീറ്റർ ദൂരം. നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞ് യുവാവിനെ രക്ഷപ്പെടുത്തി. തൃശൂർ തിരൂർ പോട്ടൂർ സ്വദേശി നാലകത്തു വീട്ടിൽ ബക്കറാണ് കാർ ഓടിച്ചത്. ബക്കറിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 20-നാണ് ബക്കർ വിവാഹ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് സോളമന്റെ കാർ റെന്റിനെടുത്തത്. പിന്നീട് കാർ തിരികെ നൽകുവാൻ തയ്യാറായില്ല. സോളമൻ ബിനാനിപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. കാറിന്റെ GPS ലൊക്കേഷൻ നോക്കി അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ കാർ എരുമപ്പെട്ടി വെള്ളറക്കാട് പ്രദേശത്ത് വെച്ച് സോളമൻ കാണുകയും കാർ തടയുകയും ചെയ്തു. ഇതിനിടയിലാണ് ബക്കർ കാർ മുന്നോട്ടെടുത്ത് സോളമനെ ഇടിച്ചിടാൻ ശ്രമിച്ചത്. രക്ഷപ്പെടുവാൻ വേണ്ടി സോളമൻ കാറിന്റെ ബോണറ്റിലേക്ക് ചാടിക്കയറി വൈപ്പറിൽ തൂങ്ങിപ്പിടിച്ചു കിടന്നു. എന്നാൽ കാർ നിർത്താതെ ബക്കർ അതിവേഗത്തിൽ കാർ ഓടിച്ച് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്നു. ഇതിനിടയിൽ സോളമൻ ദൃശ്യങ്ങൾ തന്റെ മൊബൈൽ പകർത്തിയിരുന്നു. നാട്ടുകാർ പലയിടത്ത് വെച്ച് കാർ തടയാൻ ശ്രമിച്ചെങ്കിലും ബക്കർ കാർ നിർത്തിയില്ല. തുടർന്നാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞത്. സംഭവത്തെക്കുറിച്ച് എരുമപ്പെട്ടി പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. അന്യസംസ്ഥാന ഭിക്ഷാടന സംഘം പിടിമുറുക്കി ദേശീയപാത നടത്തറ സെന്റർ. പൊറുതിമുട്ടി വഴിയാത്രക്കാർ. ഏറെ വാഹനത്തിരക്കുള്ള ദേശീയപാതയിലെ നടത്തറ സിഗ്നൽ ജംഗ്ഷനാണ് അന്യസംസ്ഥാന ഭിക്ഷാടന സംഘത്തിന്റെ കേന്ദ്രമായി മാറിയത്. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങളിൽ നിന്നും ഭിക്ഷാടനം നടത്തുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം. രാവിലെ മുതൽ വൈകിട്ട് വരെ ദേശീയപാതയിൽ തുടരുന്ന അന്യസംസ്ഥാന സംഘം വളരെ അപകടകരമായ രീതിയിലാണ് ഭിക്ഷാടനം നടത്തുന്നത്. പുരുഷന്മാർ ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ട്. സ്ത്രീകൾ കൈക്കുഞ്ഞുങ്ങളെ കാട്ടി ദേശീയപാതയിലൂടെ വരുന്ന വാഹനയാത്രക്കാരിൽ നിന്നും ഭിക്ഷാടനം നടത്തുമ്പോൾ സംഘത്തിലെ പുരുഷന്മാർ വാഹനങ്ങളുടെ മുൻ ഗ്ലാസുകൾ വൃത്തിയാക്കി സമീപത്തു തന്നെ തുടരും. ദേശീയപാതയിലൂടെ അതിവേഗം വരുന്ന വാഹനങ്ങളുടെ ഇടയിലൂടെ ഇത്തരത്തിൽ ഭിക്ഷാടനത്തിനായി കൈക്കുഞ്ഞുങ്ങളുമായി റോഡ് കുറുകെ കടക്കുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇതേപ്പറ്റി പലതവണ സമീപവാസികൾ പോലീസിലും മറ്റും പരാതി പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഭിക്ഷാടനം നിരോധിച്ച കേരളത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ അന്യസംസ്ഥാന ഭിക്ഷാടന സംഘം പിടിമുറുക്കുന്നത്. കൂടാതെ ഈ സംഘങ്ങൾ ചേരിതിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്നതും പതിവാണ്. രാവിലെ 7 മണിയോടെ പിക്കപ്പ് വാഹനത്തിൽ നടത്തറയിലെത്തുന്ന ഈ സംഘത്തെ അതേ വാഹനത്തിൽ തന്നെയാണ് വൈകിട്ട് തിരികെ കൊണ്ടുപോകുന്നതും. ഇതെല്ലാം ഭിക്ഷാടന മാഫിയ സംഘം തന്നെയാണെന്നാണ് നാട്ടുകാരുടെയും സംശയം. ദിവസക്കൂലി അടിസ്ഥാനത്തിലാണ് ഈ സംഘം ഇത്തരത്തിൽ ഭിക്ഷാടനം നടത്തുന്നത്. ഭിക്ഷാടനം വഴി ലഭിക്കുന്ന തുക ഏജന്റുമാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും 1000-ഓളം രൂപയാണ് ഇത്തരത്തിൽ ഭിക്ഷാടനം വഴി ഇവർക്ക് ലഭിക്കുന്നത്. ഇനിയെങ്കിലും ബന്ധപ്പെട്ടവർ ഇടപെട്ട് ഈ അന്യസംസ്ഥാന ഭിക്ഷാടന സംഘത്തെ എവിടെ നിന്നും ഒഴിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈനാൻസ് കാട് പറയുമെന്ന നാടകത്തിന്റെ അവതരണം ഡിസംബർ 22, 23, 24 തീയതികളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അമേരിക്കൻ നാടക പ്രവർത്തകനായ ഡാനിയൽ എ കേലിനാണ് സംവിധായകൻ. 2023 പഠനം ആരംഭിച്ച BTA ബാച്ചിന്റെ ബാച്ച് പ്രൊഡക്ഷനാണ് ഈ നാടകം. 2026 മാർച്ചിൽ കോഴ്സ് അവസാനിക്കും. കേരള സർക്കാരിന്റെ നൈപുണ്യ വികസന സംരംഭമായ ആസപ് കേരളയുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ലക്കിടിയിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് പുതിയ ബാച്ചിലേക്ക് പ്രവേശനം നേടാം. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ സ്കിൽ കൗൺസിൽ നൽകുന്ന NCVET ലെവൽ 4 സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇൻസ്റ്റാൾമെന്റ് സൗകര്യത്തിൽ ഫീസ് അടയ്ക്കാം.
കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9495999667. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. സ്കൂളിൽ അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ 10ഓളം തട്ടിപ്പ് കേസുകളിലെ പ്രതിയായ വലപ്പാട് സ്വദേശികളായ ദമ്പതികൾ പിടിയിൽ. വലപ്പാട് സ്വദേശികളായ വാഴൂർ വീട്ടിൽ പ്രവീൺ, രേഖ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SIയും സംഘവും അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. തിരുവനന്തപുരം പാലോട് നന്ദിയോട് 5 നിലയത്തിൽ ആര്യ മോഹനാണ് തട്ടിപ്പിനിരയായത്. KAM UP സ്കൂളിലെ LP വിഭാഗത്തിലേക്ക് അധ്യാപകരെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് പ്രതികൾ പത്രപരസ്യം നൽകിയിരുന്നു. ഇത് കണ്ടെത്തിയ ആര്യയെ ഇന്റർവ്യൂ നടത്തുകയും ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 2023 നവംബർ 6-ന് 10 ലക്ഷം രൂപ കൈക്കലാക്കുകയുമായിരുന്നു. സ്കൂളിൽ യഥാർത്ഥത്തിൽ ഒഴിവില്ലാതിരുന്നിട്ടും പരാതിക്കാരിയെ വിശ്വസിപ്പിക്കുന്നതിനായി 3 മാസം സ്കൂളിൽ ജോലി ചെയ്യിപ്പിച്ചു. തുടർന്ന് ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. തുടർന്നാണ് ആര്യ പോലീസിൽ പരാതി നൽകിയത്. ത്രിദിന യുവജന നേതൃത്വ പരിശീലന ക്യാമ്പ്. കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മേരാ യുവ് ഭാരത് തൃശൂർ ജില്ലയിൽ സ്ഥിര താമസക്കാരായ 15-നും 29-നും മധ്യേ പ്രായമുള്ളവർക്കായി ത്രിദിന സൗജന്യ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നവംബർ 28, 29, 30-ന് പീച്ചിയിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 6282296002. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക ജനറൽ സെക്രട്ടറി MO ജോണിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് വ്യാപാര ഭവനിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ MO ജോണിന്റെ ഛായാചിത്രത്തിനു മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. അജിത് കുമാർ മല്ലയ്യ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ ചിതറിക്കിടന്നിരുന്ന വ്യാപാരികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുവാനും ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടനയെ കെട്ടിപ്പടുക്കുവാൻ അഹോരാത്രം പ്രയത്നിച്ച വ്യക്തികളിൽ ഒരാളാണ് MO ജോൺ. കേരളത്തിലെ 14 ജില്ലകളിലായി 10 ലക്ഷം വ്യാപാരികളെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗങ്ങളായിട്ടുണ്ട്. തൃശൂർ അരിയങ്ങാടി 56 ദിവസം കടകൾ അടച്ചിട്ടുകൊണ്ട് നടത്തിയ സമരം വൻ വിജയമാക്കിയത് MO ജോണിന്റെ കാലഘട്ടത്തിലായിരുന്നു. യോഗത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ലേബർ രജിസ്ട്രേഷൻ ക്യാമ്പ് വടക്കാഞ്ചേരി ലേബർ ഓഫീസർ KP ദർശന ഉദ്ഘാടനം നിർവഹിച്ചു. കാലിക പ്രസക്തിയുള്ള സുപ്രീം കോടതി വിധിയെക്കുറിച്ച് വ്യാപാരികൾ ചോദിച്ച ചോദ്യത്തിനെ കുറിച്ച് മറുപടി പറഞ്ഞു. ലേബർ രജിസ്ട്രേഷന്റെ ആവശ്യകതകളെക്കുറിച്ചും സംസാരിച്ചു. കേരളത്തിൽ
കോഴിമുട്ടയ്ക്ക് റെക്കോർഡ് വില. ഒരു മുട്ടയ്ക്ക് 7 രൂപ 50 പൈസയായി. 7 രൂപ വരെയാണ് പരമാവധി വില വന്നിരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കയറ്റുമതി കൂടിയതാണ് തിരിച്ചടിയായത്. നാമക്കല്ലിൽ നിന്നുള്ള കയറ്റുകൂലിയും കടത്തുകൂലിയും ചേർത്ത് മൊത്ത വ്യാപാരികൾക്ക് 6 രൂപ 35 പൈസയ്ക്കാണ് മുട്ട കിട്ടുന്നത്. ഇവർ ചെറുകിട വ്യാപാരികൾക്ക് 6 രൂപ 70 പൈസയ്ക്ക് വിൽക്കും. ഇത് സാധാരണ കടകളിൽ എത്തുമ്പോൾ 7 രൂപ 50 പൈസയാകും. വരും ദിവസങ്ങളിൽ ഇനിയും വില കൂടുമെന്നാണ് പറയുന്നത്. ശബരിമല സീസൺ തുടങ്ങുമ്പോൾ സാധാരണ വില കുറയുകയാണ് പതിവെങ്കിലും ഇത്തവണ ദിവസവും വില കൂടുന്ന അവസ്ഥയാണ്. ഡിസംബർ ആവുന്നതോടെ കേക്ക് നിർമ്മാണം സജീവമാകും. ഇതോടെ വില ഇനിയും കൂടും. ഇനിയൊരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വ്യാപാരിക്ക് രാഷ്ട്രീയേതര പിന്തുണ നൽകി വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി നഗരസഭയിലെ 18ാം വാർഡിലേക്ക് മത്സരിക്കുന്ന വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി NA അബ്ദുൾ ഗഫൂറിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ നടന്ന യോഗത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ കെട്ടിവെക്കുവാനുള്ള സംഖ്യ യൂണിറ്റ് ട്രഷറർ PS അബ്ദുൾ സലാം നൽകി. പ്രസിഡന്റ് അജിത് മല്ലയ്യ, PN ഗോകുലൻ, എൽദോ പോൾ തുടങ്ങിയവർ വിജയാശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. അത് വരാതിരിക്കുക എന്നതൊന്നല്ല. അപ്പൊ വ്യാപാരികൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് പദ്ധതികൾ വരണം, ഇവിടെ ക്യാഷ് ഫ്ലോ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഒരു നാട് നന്നാവുകയുള്ളൂ, വ്യാപാരികൾക്ക് എന്തെങ്കിലും ലാഭം കിട്ടുള്ളൂ, തൊഴിലാളികൾക്ക് അതിനോടനുബന്ധിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിലനിൽക്കാൻ കഴിയും. ഇത് വ്യക്തമായി ബോധ്യമുള്ള ഒരു വർഗമാണ് നമ്മുടെ വ്യാപാരി സംഘം. അത് കാരണം തന്നെ പൊതുജനങ്ങളും ഒരു അഭിപ്രായം പറഞ്ഞത് വ്യാപാരികൾ എവിടേക്ക് നിൽക്കുന്നത് അവരെ ഞങ്ങൾ സമർപ്പിക്കും. അത് രാഷ്ട്രീയ അതീതമായിട്ടില്ല പല ആൾക്കാരായിട്ട് സംസാരിച്ചു. കാരണം അവരൊക്കെ പറയുന്ന ഒരു കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളൊക്കെ തന്നെ ഇവിടെ നല്ല എല്ലാ സ്ഥലത്തും ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അതിനെത്തും ഒരു കാര്യമില്ലാതെ ഏതെങ്കിലും അവാർഡ് ലഭിച്ചാൽ അത് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ട് മാറി. അതൊന്നും ഇന്നത്തെ ഈ കാലഘട്ടത്തിലൊന്നും ചെയ്യുന്നത്. ഇവിടെ വ്യാപാരികൾക്ക് വലിയൊരു കാഴ്ചപ്പാട് അത് ഗഫൂർ നടത്താം. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഗഫൂർ നടത്താൻ പോകുന്ന ഒരു കാര്യമാണ്. ഈ മേഖലയൊക്കെ നന്നാവുന്നുണ്ടെങ്കിൽ കുറേ പദ്ധതികൾ, അത് പല പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അത് ഞങ്ങൾക്ക് വേണം, അത് ഭരിക്കുന്ന വ്യാപാരികളാണ്. ഒരു MLA ഫണ്ട് തരാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ സംഘടനയിൽ പെട്ടില്ല, ആ ഫണ്ട് ഞങ്ങൾക്ക് വേണം. ഇങ്ങനെ തട്ടിക്കളിച്ചിട്ട് നമ്മുടെയൊക്കെ തന്നെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മളൊക്കെ വളരെ വർഷങ്ങൾ പിന്നിൽ നിൽക്കണം. പല പദ്ധതി വരുമ്പോഴേക്കും അത് വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ആ ഫണ്ട് പിടിക്കും. എന്താ പറഞ്ഞത്? അപ്പൊ ഇതിനൊരു മാറ്റം വന്നേ പറ്റും. ഇതിന് ജനങ്ങളൊക്കെ സംസാരിക്കുന്നത്, നിങ്ങൾ ഏത് പാർട്ടിയാണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യങ്ങളാണ് വികസനം, വികസനം, ഒരു മാറ്റം ഉണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവും, എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. അതിനെ തുടക്കം കുറിക്കുകയാണ് ഞങ്ങൾ വ്യാപാരിക സംഘം. ഏകദേശം 42 വാർഡുകൾ 5-8 വ്യാപാരികൾ വരികയാണെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികൾ വരികയാണെങ്കിൽ ഇവരെല്ലാം തന്നെ ആ പാർട്ടികൾക്ക് പറയും ഇതൊക്കെ മാറ്റിവെക്കുക, ഇനി നാട് നന്നാവട്ടെ എന്നുള്ളൊരു മുദ്രാവാക്യം ഞങ്ങൾ മുടക്കുകയാണ്. ഇന്ന് കേരളത്തിലൊട്ടാകെ തന്നെ ഒട്ടേറെ വ്യാപാരികൾ പല രാഷ്ട്രീയ പാർട്ടിയും സംസ്ഥാന നേതാക്കളായിട്ട് സംസാരിച്ചിട്ട് അതിലൊക്കെ തന്നെ വ്യാപാരികൾക്ക് പ്രാധാന്യം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് വ്യാപാരികൾക്ക് പ്രാധാന്യം.
അടുത്ത MLA തെരഞ്ഞെടുപ്പ് വരുന്നത് അവിടെ നിങ്ങൾക്ക് കാണാം ഒരു വ്യാപാരി മുന്നേറ്റം എന്നുള്ളൊരു സംശയം. എല്ലാ മേഖലയിലും ഇന്ന് നമുക്കറിയാം സ്റ്റാർട്ടപ്പിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, വ്യാപാര സംഘടനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, വ്യാപാര മേഖലയ്ക്ക് ഒട്ടേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞമാതിരി വ്യാപാരികളുടെ ബുദ്ധിമുട്ട് അറിയണം, നാടിന്റെ വികസനത്തെ കുറിച്ച് അറിയാനൊക്കെ തന്നെ ഗഫൂറിനെമാതിരിയുള്ള ആൾക്കാരോട് വരുമ്പോൾ അത് ഒട്ടേറെ ഉപകാരമുണ്ട്. ഗഫൂറിനെ സംബന്ധിച്ച് എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വർഷങ്ങളോളം ഈ ആക്സ് സെന്ററിനായിട്ട് ബന്ധപ്പെട്ട് എന്റെ രക്ഷാധികാരിയാണ്. അവിടെ എല്ലാം തന്നെ ഗഫൂർ ആക്സുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തകനാണ്. എവിടെ ഏതും പാദയാത്രയ്ക്കാണെങ്കിലും ശരി വിളിച്ചാൽ വിളിപ്പുറത്താണ്. നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ താഴെ തട്ടിൽ പഞ്ചായത്തിലൊക്കെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എനിക്ക് പൊതുജനങ്ങളൊക്കെ പറയുന്നത് നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ആളുകൾ, അല്ലാണ്ട് ഇലക്ഷന്റെ സമയത്ത് ചിരിച്ച് നടന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്ന ആളുകൾ. നമ്മൾ പ്രവർത്തന പരിചയം നോക്കുക. ഗഫൂറിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അന്ന് വെള്ളപ്പൊക്കം വരുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ ഗഫൂറും ആക്സിന്റെ പ്രവർത്തകരും അതുമാതിരി തന്നെ മറ്റെല്ലാവരും തന്നെ ഓടി നടന്നുകൊണ്ട് പ്രവർത്തിച്ചത് നമുക്കറിയാം. ഏത് പാദയാത്രയ്ക്ക് എനിക്കറിയാം ആ വെള്ളപ്പൊക്കത്തിന്റെ സൂചന വന്നപ്പോൾ തന്നെ ഗഫൂറും അവന്റെ ടീമൊക്കെ തന്നെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവിടുന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത് എത്രയോ വർഷം മുമ്പ് നമുക്ക് ഇലക്ഷന് വേണ്ടി കാണിച്ചതല്ല. ആ വർഷങ്ങളായി ഗഫൂർ ഈ മേഖലയിൽ വളരെയധികം പ്രവർത്തനം കഴിച്ചിട്ടുള്ളതാണ്. അതുമായി തന്നെ ഏകോപന സമിതിയായിട്ട് ബന്ധപ്പെട്ടത് ഞങ്ങളുടെ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഒട്ടേറെ പരിപാടികളൊക്കെ നടത്തി വിജയിപ്പിച്ചത് ഗഫൂർ അടുത്തുള്ളതാണ്. ഗഫൂറിനെ സംബന്ധിച്ച കലാ സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ നിങ്ങൾക്കറിയാം ആ പ്രദേശത്ത് അവിടെ ഡിസംബർ മാസത്തിൽ അവിടെ പരിപാടി കൊടുക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയപ്പോഴാണ് നമ്മൾ കണ്ടത് ഗഫൂറും അതുമാതിരി തന്നെ ആ പ്രവർത്തകരെല്ലാവരും തന്നെ അവിടെ നാട്ടുകാർക്കൊക്കെ ബിരിയാണിയൊക്കെ വെച്ചിട്ട് അവിടെ ഭക്ഷണം കൊടുക്കാൻ അതിന് മുൻപന്തിയിൽ നിന്നിരുന്നത് ഗഫൂറാണ്. അപ്പൊ ഇതൊരു എലക്ഷൻ കണ്ടുകൊണ്ടൊന്നല്ല ഗഫൂർ പ്രവർത്തനം തുടങ്ങിയത്. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ആ വാർഡിനെ സംബന്ധിച്ച് ഗഫൂറിന്റെ സേവനം ഏത് പാദയാത്രയ്ക്കും ലഭിക്കും എന്നൊരു ഉറപ്പ് എനിക്ക് ലഭിക്കാൻ പറയാൻ കഴിയും. കാരണം ഗഫൂറിന്റെ ചരിത്രം അതാണ്, പരിചയ സമ്പന്നതാണ്. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് കോളേജിൽ നവംബർ 29 ആരംഭിക്കുന്ന 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC ആണ് വിദ്യാഭ്യാസ യോഗ്യത. ഫീസ് 7000 രൂപ. താൽപ്പര്യമുള്ളവർ SSLC, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം അഡ്മിഷൻ ഫീസായ 2000 രൂപയുമായി വന്ന കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി നവംബർ 25. ഫോൺ 8547632409. തെക്കുങ്ങര കുളങ്ങര വളപ്പിൽ നാരായണൻ എഴുത്തച്ഛൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ ഭാർഗവി, മക്കൾ രാമചന്ദ്രൻ, ഉഷ, മരുമകൾ സാവിത്രി. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9:30 ചെറുതുരുത്തി ശാന്തി തീരത്ത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോർപ്പറേഷൻ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും സ്വതന്ത്രന്മാരും പത്രികകൾ സമർപ്പിച്ചു. മാർ അപ്രേം മെത്രാപ്പൊലീത്തായുടെ ചരമദിനത്തോടനുബന്ധിച്ച് കിട്ടിയ പുസ്തകങ്ങൾ മാർ അപ്രേം മെത്രാപ്പൊലീത്ത സ്മാരക ലൈബ്രറിക്ക് കൈമാറി. അക്രമി സംഘം രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും ആക്രമിച്ചു. അന്യസംസ്ഥാന ഭിക്ഷാടന സംഘം നടത്തറ സെന്ററിൽ അഴിഞ്ഞാടുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട നാട്ടുകാർ നട്ടം തിരിയുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.